ഇനി നമുക്ക് ഈ ഫ്ലൈ വീലിൻ്റെ മോഷനെ 3 പാർട്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് പാർട്ടിൽ എന്താണ്, നമ്മൾ സ്മോൾ എൻ നമ്പർ ഓഫ് റൊട്ടേഷൻസ് അല്ലെങ്കിൽ എൻ വൗണ്ട് കോഡ് എൻ ടൈംസ് ആക്സിലിന് ചുറ്റും വൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഫ്ലൈ വീലിനെ മൂവ് ചെയ്യിക്കാതെ നമ്മൾ ഫോഴ്സ് കൊടുത്ത് പിടിച്ചു വച്ചിരിക്കുകയാണ്. അതൊരു പാർട്ട്. എന്നിട്ട് നമ്മൾ ഫ്ലൈ വീലിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മാസ് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഈ ഫ്ലൈ വീല് ഫോർവേഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ഈ മാസ് തറയിലെത്തി കോഡ് ആ പെഗിൽ നിന്നും വഴുതി പോകുന്നത് വരെയുള്ള ആ ഒരു ടൈം. അത് കഴിഞ്ഞിട്ട് മാസ് വന്ന് വീഴുന്ന ശേഷം ഫ്ലൈ വീല് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാരണം പിന്നെയും റൊട്ടേറ്റ് ചെയ്ത് അത് റെസ്റ്റിലെത്തുന്നു. അങ്ങനെ 3 പാർട്ടായിട്ട് ഇതിനെ തിരിച്ചാൽ ഫസ്റ്റ് കേസിൽ എന്താണ്, നമ്മൾ സ്മോൾ എൻ റൊട്ടേഷൻസ് ഫ്ലൈ വീലിൻ്റെ ആക്സിലിന് ചുറ്റുമായിട്ട് സ്മോൾ എൻ നമ്പർ ഓഫ് റൊട്ടേഷൻസ് വൗണ്ട് ചെയ്ത് നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്നു. ആ സമയത്ത് ഈ മാസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും എച്ച് ഡിസ്റ്റൻസ് അകലെയാണ്. അതിൻ്റെ മാസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നും എച്ചാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫ്ലൈ വീലിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ വെൻ ദി ലോഡ് അറ്റാച്ച്ഡ് ടു ദി കോഡ് അറ്റ് ദി റെസ്റ്റ് അറ്റ് എ ഹൈറ്റ് എച്ച് ഫ്രം ദി ഗ്രൗണ്ട് ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി ഓൺലി. ആ ഒരു സമയത്ത് എച്ച് ഹൈറ്റ് മുകളിലായിട്ട് ഗ്രൗണ്ടിൽ നിന്നും എച്ച് ഹൈറ്റ് ഉയരെയായിട്ട് മാസ് നിൽക്കുന്ന സമയത്ത് അതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ബിഫോർ ദി മാസ് ഹാസ് ബീൻ ഡിറ്റാച്ച്ഡ് ഫ്രം ദി ഫ്ലൈ വീൽ. ഇനി നമ്മൾ പതുക്കെ ആ ഫ്ലൈ വീലിനെ അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈ വീലിനെ അങ്ങ് ഫ്രീ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ മാസ് കാരണം ഈ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലേ? ജസ്റ്റ് ബിഫോർ ദി മാസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ഫ്ലൈ വീൽ ദ ഡിസെൻഡിങ് മാസ് അക്വയർ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. അപ്പം നമ്മൾ ഫ്ലൈ വീലിനെ റിലീസ് ചെയ്യുമ്പം ഈ മാസ് അതിൻ്റെ വെയിറ്റ് കാരണം താഴേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ mgh എന്ന് പറയുന്ന അതിൻ്റെ ഹൈറ്റ് കാരണം ആ മാസിനുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ട്രാൻസ്ലേഷണൽ എനർജി ഓഫ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദി ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദി മാസ്. ആ മാസ് എന്ന് പറയുന്നത് നമ്മളവിടെ കൊടുത്ത മാസിൻ്റെ ട്രാൻസ്ലേഷണൽ മോഷനുള്ള കൈനറ്റിക് എനർജി ആയിട്ടും അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ ഓഫ് ദി ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷണൽ മോഷന് വേണ്ടിയിട്ടുള്ള കൈനറ്റിക് എനർജിയും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ apart from this some energy is wasted to overcome the friction between the axle and the ball bearing. ഇതൊരു ബോൾ ബിയറിങ്ങിന് ചുറ്റും ഇരുന്നാണ് ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോൾ ബിയറിങ്ങിനും ആക്സിലിനും ഇടയ്ക്ക് ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാനും ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ കുറച്ച് പാർട്ട് ഉപയോഗിക്കുന്നു. അപ്പം ഗ്രൗണ്ട് ലെവലിൽ നിന്നും എച്ച് ഹൈറ്റിലിരിക്കുന്ന മാസ് ഫ്ലൈ വീലിനെ ഫ്രീ ചെയ്യുന്ന സമയത്ത് mgh എന്നുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയെ എന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, കൈനറ്റിക് എനർജി ഫോർ ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദി മാസ്, then rotational motion of the flywheel, and some part is wasted to overcome the friction between the axle and the ബോൾ ബിയറിങ്ങിനും ആക്സിലിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നതിനും കുറച്ച് പാർട്ട് വേസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പം ആ ഒരു എനർജി കൺസർവേഷൻ ലോ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സെക്കൻഡ് പാർട്ടിൽ, അതായത് നമ്മുടെ മാസ് അല്ലെങ്കിൽ ഫ്ലൈ വീലിനെ റിലീസ് ചെയ്യുന്നത് തൊട്ട് ആ കോഡ് പെഗിൽ നിന്ന് സ്ലിപ്പ് ഓഫ് ചെയ്യുന്നത് വരെയുള്ള ആ സമയത്തെ എനർജി കൺസർവേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി കൺവേർഷൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും, mgh അതായത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഫ്ലൈ വീൽ. ആ നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന സമയത്തുള്ള ആ പൊട്ടൻഷ്യൽ എനർജി mgh എന്തൊക്കെയായിട്ട് മാറുന്നു, mgh is equal to half mv² ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദി മാസ്, then half I omega square kinetic energy for rotational motion of the ഫ്ലൈ വീൽ, ദെൻ FN എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള എനർജിയാണ്. ആൻഡ് N എന്ന് പറയുന്ന ഓരോ റെവല്യൂഷനും ആണ് ഫ്രിക്ഷണൽ മോഷനെ ഓവർകം ചെയ്യാനുള്ള എനർജി. അപ്പം N ടൈംസ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആദ്യം താഴെ അത് ഫ്ലൈ വീൽ റിലീസ് ചെയ്തത് മുതൽ താഴെ വന്ന് വീഴുന്നത് വരെ N റൊട്ടേഷനാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ N റൊട്ടേഷൻ കഴിയുമ്പോൾ എനർജി വേസ്റ്റ് ചെയ്യുന്നത് FN ആണ്.
ഓരോ റൊട്ടേഷനും എഫ് വീതം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ FN ആണ് ടോട്ടൽ എനർജി ആ ഒരു N റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ വേസ്റ്റ് ആയിപ്പോയത്. അപ്പോൾ ആ MGHന് നമുക്ക് എങ്ങനെ MGH = ½ mv² + ½ i⍵² + FN. ഇവിടെ I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫ്ലൈ വീലാണ്. V എന്ന് പറയുന്ന ലീനിയർ വെലോസിറ്റി ഓഫ് ദി ഡിസെൻഡിങ് മാസ്. അതിൻ്റെ ആ മാസ് ഡിസെൻഡ് ചെയ്ത് താഴേക്ക് വരുന്നതിനനുസരിച്ചുള്ള ആ വെലോസിറ്റിയാണ് V എന്ന് പറയുന്നത്. ω ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ഫ്ലൈ വീൽ ജസ്റ്റ് വെൻ ദി കോഡ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി പെഗ്. ആ കോഡ് പെഗ്ഗിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തതിന് തൊട്ട് മുമ്പ് വരെ ഉള്ള ആംഗുലാർ വെലോസിറ്റി, അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് തന്നെയാണ്. ആ ആംഗുലാർ വെലോസിറ്റിയാണ് ω എന്ന് പറയുന്നത്. ദെൻ F എന്ന് പറയുന്ന എനർജി നെസസറി ടു ഓവർകം ദി ഫ്രിക്ഷൻ. ആ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് ബോൾ ബിയറിങ്ങും ആക്സിലിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് F എന്ന് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ പെർ റൊട്ടേഷൻ ഓവർകം ചെയ്യാനുള്ള എനർജിയാണ്. ദെൻ വെൻ ദി ഫ്ലൈ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കാം. വെൻ ദി ഫ്ലൈ വിൽ കം ടു റെസ്റ്റ് ആഫ്റ്റർ N റൊട്ടേഷൻ. അപ്പം കോഡ് ആ പെഗ്ഗിൽ നിന്ന് സ്ലിപ്പ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, അത് N നമ്പർ ഓഫ് റൊട്ടേഷൻസ് എടുത്തു. അപ്പം ആഫ്റ്റർ N റൊട്ടേഷൻ എന്ത് ചെയ്തു, ആ ഫ്ലൈ വീല് റെസ്റ്റിലേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഹോൾ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ½ i⍵² ഓഫ് ദി ഫ്ലൈ വീൽ ഈസ് യൂസ്ഡ് ടു ഓവർകം ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ആക്സിൽ ആൻഡ് ദി ബോൾ ബിയറിംഗ്. കാരണം N നമ്പർ ഓഫ് റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ഫ്ലൈ വീല് റെസ്റ്റിലായി. അതായത് എന്ത് ചെയ്തു, ഈ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ ഓഫ് ദി ഫ്ലൈ വീൽ ഈസ് യൂസ്ഡ് ടു ഓവർകം ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദി ആക്സിൽ ആൻഡ് ദി ബോൾ ബിയറിംഗ്. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിലാകെ 2 എനർജിയേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഫോർ റൊട്ടേഷണൽ മോഷൻ ഓഫ് ദി ഫ്ലൈ വീലും ആ കൈനറ്റിക് എനർജി യൂസ് ചെയ്ത് എന്ത് ചെയ്തു, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ആക്സിൽ ആൻഡ് ബോൾ ബിയറിങ്ങിനെ ഓവർകം ചെയ്യാനുള്ള എനർജി. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്തു. അതുകൊണ്ടാണ് N റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ ഈ ഫ്ലൈ വീല് റെസ്റ്റിലായത്. അപ്പോൾ മൂന്നാമത്തെ കേസിൽ നമുക്ക് എഴുതാം ½ i⍵² = FN. അവിടെയും F എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഒരു റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാനെടുത്ത എനർജിയാണ് നമ്മൾ F എന്ന് പറയുന്നത്. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ ½ i⍵, മൂന്നാമത്തെ പാർട്ടിൽ ഇങ്ങനെ എഴുതാം, ½ i⍵² = FN. അതിൽ നിന്ന് നമുക്ക് Fൻ്റെ വാല്യൂ എടുക്കാം. നമുക്ക് Fൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ പാർട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ F = ½ i⍵² / N എന്ന് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ Fൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ Fൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് MGH = ½ mr² + ½ i⍵² + ½ i⍵² N/N. ഇവിടെ നമ്മൾ mv² പകരമാണ് rω, വിക്ക് പകരം നമുക്കിപ്പം വെലോസിറ്റി ഓഫ് ട്രാൻസ്ലേഷൻ മോഷൻ ഓഫ് ദി മാസ് നമുക്ക് അറിഞ്ഞുകൂടാ. പകരം നമുക്ക് എന്തറിയാം, ആംഗുലാർ വെലോസിറ്റി അറിയാം, അറിയാം, ഒമേഗയും അറിയാം, ആക്സിലിൻ്റെ റേഡിയസും അറിയാമെങ്കിൽ ആ ആക്സിലിൻ്റെ റേഡിയസിന് ചുറ്റുമാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്സിലിൻ്റെ ആംഗുലാർ വെലോസിറ്റി തന്നെയാണ് ഫ്ലൈ വീലിൻ്റെയും അല്ലെങ്കിൽ റിം വരെയുള്ള ആംഗുലാർ വെലോസിറ്റി എല്ലാം ഈക്വലാണ്. അപ്പോൾ ആക്സിൽ മുതൽ റിം വരെയുള്ള എല്ലാത്തിൻ്റെ ആംഗുലാർ വെലോസിറ്റി സെയിം ആണ്, പക്ഷേ ലീനിയർ വെലോസിറ്റിയാണ് റേഡിയസ് മാറുന്നതനുസരിച്ച് മാറുന്നത്. അപ്പം നമുക്ക് ഈ ട്രാൻസ്ലേഷണൽ മോഷൻ്റെ വെലോസിറ്റി അറിഞ്ഞുകൂടാ, പക്ഷേ ആക്സിലിൻ്റെ റേഡിയസും അറിയാം, അതുപോലെ തന്നെ ആക്സിലിൻ്റെ ആംഗുലാർ വെലോസിറ്റിയും അറിയാമെങ്കിൽ ലീനിയർ വെലോസിറ്റി ഓഫ് ദി ഡിസെൻഡിങ് മാസ് എന്ന് പറയുന്ന V = rω എന്നെടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം R എന്ന് പറയുന്ന ആക്സിലിൻ്റെ റേഡിയസ് ആണ്. അപ്പം ആറും ആംഗുലാർ വെലോസിറ്റിയും അറിയാമെങ്കിൽ ലീനിയർ വെലോസിറ്റി നമുക്ക് V = rω എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് ½ mv² പകരം എന്തെന്ന് കൊടുക്കാം, ½ mr² എന്ന് കൊടുക്കാം, r² ω² എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ 2 എന്തായി മാറി, MGH = ½ mr² ω² + ½ i⍵² + ½ i⍵² N/N. ഇവിടെ ½ i⍵² N/N എന്ന് പറയുന്നത് ½ i⍵² N എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ എനർജിയാണ്. അപ്പോൾ
അങ്ങനെ കിട്ടി. അതായത് എം ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എൻ. നമ്മുടെ എഫിന് പകരം വാല്യൂ കൊടുത്ത് പിന്നെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ത്രൂ ഔട്ടായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 എം ജി എച്ച് ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു എൻ ബൈ എൻ എന്ന് കിട്ടും. ഇനി നമ്മൾ ഒമേഗ സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ത്രൂ ഔട്ടായിട്ട് ഒമേഗ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 എം ജി എച്ച് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു നമ്മുടെ ഐ ഒമേഗ സ്ക്വയർ രണ്ടാമത്തെ മൂന്നാമത്തെ ടേം നോക്കിയാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ടേം നോക്കിയാൽ ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഐ ഒമേഗ സ്ക്വയർ ഇൻറ്റു എൻ ബൈ എൻ എന്നാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഐ ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം. ഒമേഗ സ്ക്വയർ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പോയി പിന്നെ എന്തേ ഉള്ളൂ ഐ ഇൻറ്റു 1 പ്ലസ് എൻ ബൈ എൻ എന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഇൻറ്റു ഐ ഇൻറ്റു എൻ പ്ലസ് എൻ ബൈ എൻ, ക്യാപിറ്റൽ എൻ പ്ലസ് സ്മോൾ എൻ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പോൾ നമുക്ക് ഐയുടെ ഒരു ടേം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വന്നു. അതായത് 2 എം ജി എച്ച് ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ എൻ പ്ലസ് സ്മോൾ എൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അതിൽ നിന്നും ഐ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി നമുക്ക് എം ആർ സ്ക്വയറിനെയും കൂടി അപ്പുറത്ത് കൊണ്ടുപോകാം. എം ആർ സ്ക്വയറിനെയും കൂടി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിൽ നിന്നും എമ്മും കൂടെ കോമൺ ആയിട്ട് എടുക്കാം. എമ്മും കൂടെ കോമൺ ആയിട്ട് എടുത്ത് വെളിയിൽ കൊണ്ട് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പേപ്പറിൽ എഴുതി ചെയ്താൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇതിലെല്ലാം സ്റ്റെപ്പ് വളരെ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്ത് കുറേ സ്റ്റെപ്പൊക്കെ ഒമിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ എങ്ങനെ കിട്ടും? ഐ ഇസ് ഈക്വൽ, അതായത് ഇനി ആ ഇക്വേഷനിൽ നിന്ന് എം ആർ സ്ക്വയറും കൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് എം കോമൺ എടുത്ത് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എം കോമൺ എടുത്തിട്ട് ആ കോൺസ്റ്റൻ്റ് ടൈമിൽ നമ്മൾ വരുത്തിയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ ഇങ്ങനെ കിട്ടും. എൻ എം ഡിവൈഡഡ് ബൈ എൻ പ്ലസ് എൻ ഇൻറ്റു അതൊരു പ്രത്യേക ടേമാണ്. ദെൻ ഇനി അടുത്ത രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 2gh ബൈ ഒമേഗ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫ്ലൈ വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് എഴുതി തരാം. ഓക്കെ.